എന്റെ ബലമായ കർത്തനൻ ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നോക്കിപ്പാർത്തിടും ഞാൻ ഉലകിൽ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ പൂർണ്ണതയുള്ളവരാക്കി തീർക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് കഷ്ടതകൾ. നാം പൂർണ്ണരാകുവാൻ സഹിക്കേണ്ടുന്ന കഷ്ടത എന്തെന്ന് സർവജ്ഞാനിയായ ദൈവത്തിന് മാത്രമേ അറിയൂ. എന്നാൽ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള കഷ്ടതകൾക്ക് ദൈവം ഒരു പരിധി വച്ചിട്ടുണ്ട്. മാത്രമല്ല, കഷ്ടതകൾക്ക് പ്രത്യേക ഉദ്ദേശവും ഉണ്ടായിരിക്കും. സഹിക്കുവാൻ കഴിയാത്ത ഒരു കഷ്ടതയും ദൈവം തരികയില്ല. 1 കൊരിന്ത്യർ 10:13 പറയുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ക്രിസ്തുസഭയുടെ വളർച്ചയിൽ വളരെയധികം കഷ്ടത അനുഭവിക്കേണ്ടി വന്ന പൗലോസിൻ്റെ നിശ്ചയമാണ് ഈ വാക്യത്തിൽ കാണുന്നത്. പൗലോസ് തനിക്ക് ലഭിച്ചതും 14 കൊല്ലത്തോളം രഹസ്യമായി സൂക്ഷിച്ചിരുന്നതുമായ ഒരു സ്വർഗീയ ദർശനത്തെക്കുറിച്ച് 2 കൊരിന്ത്യർ 12:1 മുതൽ വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട്. അതായത്, താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല, ദൈവം അറിയുന്നു. പർദീസ്യോളം എടുക്കപ്പെട്ട എനിക്ക് അവിടെ മനുഷ്യൻ ഉച്ചരിക്കുവാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകൾ കേൾക്കുവാൻ കഴിഞ്ഞു. ബൈബിളിൽ 3 സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1-ാം സ്വർഗം മേഘമണ്ഡലം, 2-ാം സ്വർഗം നക്ഷത്രമണ്ഡലം, 3-ാം സ്വർഗം സ്വർഗാതിസ്വർഗം. പുനരുത്ഥാനം ചെയ്ത കർത്താവ് പോയത് സ്വർഗാതിസ്വർഗത്തിലേക്കാണ്. ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ ആത്മാക്കളും അവിടേക്കാണ് പോകുന്നത്. ഫിലിപ്പിയർ 1:23, കൊലോസ്യർ 3:3. മാനസാന്തരപ്പെട്ട കള്ളന് കർത്താവ് വാഗ്ദത്തം ചെയ്തത് സ്വർഗാതിസ്വർഗമായ പർദീസയാണ്. സ്വർഗ ദർശനത്തിൽ ദൈവവുമായി അടുത്ത് ഇടപഴകുവാനുള്ള ഒരു സ്വകാര്യ അനുഭവം പൗലോസിന് ലഭിച്ചു. ഈ അനുഭവത്തിൽ വരെ എത്തിച്ചേർന്ന പൗലോസിൻ്റെ ജീവിതത്തിലും ഒരു ശൂലമുണ്ടായിരുന്നു എന്ന് 2 കൊരിന്ത്യർ 12:7 വാക്യത്തിൽ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. പൗലോസിൻ്റെ ജഡത്തിലുണ്ടായ ശൂലവും അവനെ കുത്തിക്കൊണ്ടിരുന്ന സാത്താൻ്റെ ശൂലവും എന്ത് എന്ന് നമുക്കറിയില്ല. എന്നാൽ പൗലോസ് തൻ്റെ ജീവിതത്തിൽ രോഗം മൂലം വളരെ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു എന്ന് ഈ വാക്യത്തിൽ കൂടി മനസ്സിലാക്കാം. അനേക രോഗികളെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയ പൗലോസ് തൻ്റെ സൗഖ്യത്തിന് വേണ്ടി 3 വട്ടം പ്രാർത്ഥിച്ചു. എന്നാൽ തനിക്ക് സൗഖ്യം ലഭിച്ചില്ല. പകരം തനിക്ക് ലഭിച്ച മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കൃപ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ ഒരർത്ഥം ഭംഗി എന്നാണ്. അങ്ങനെയെങ്കിൽ ശാരീരികമായി രോഗമുള്ള പൗലോസിന് ദൈവകൃപ നൽകിയതിൽ കൂടി അവനെ ആത്മീക സൗന്ദര്യമുള്ളവനാക്കി തീർക്കുകയാണ് ചെയ്തത്. പൗലോസിനെ ആത്മാവിൽ പൂർണ്ണനാക്കുവാൻ ദൈവം ഉപയോഗിച്ചത് സാത്താൻ്റെ ദൂതനെ തന്നെയാ എന്ന 1 കൊരിന്ത്യർ 12:7 പറയുന്നത്. എല്ലാവരും കണ്ടിട്ടുള്ള ഒന്നാണല്ലോ കുന്നിക്കുരു. അതിൻ്റെ പുറം തോടിൽ ഒരു കറുത്ത പൊറ്റുണ്ട്. ചുവന്ന നിറത്തിലുള്ള കുന്നിക്കുരുവിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത് ഈ കറുത്ത പൊട്ട.
ഈ വിധത്തിൽ മനുഷ്യ ജീവിതത്തിൽ മാറാത്ത വേദനകളും കഷ്ടതകളും നൽകപ്പെടുന്നതിൻ്റെ ഉദ്ദേശം അവനെ ആത്മാവിൽ സൗന്ദര്യമുള്ളവനാക്കി ശക്തീകരിക്കുക എന്നതാണ്. ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ ആത്മീകമായി നമ്മെ ശക്തീകരിക്കുന്നു എന്ന് വിശ്വസിച്ച് നമുക്കുണ്ടാകുന്ന കഷ്ടതയിൽ സന്തോഷിക്കാം. തനിക്ക് ഉണ്ടായ കഷ്ടതയുടെ ഉദ്ദേശത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കുന്നതിനു വേണ്ടിയാകുന്നു എന്നാണ്. സുവിശേഷ പ്രയാണത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതിശ്രേഷ്ഠ അപ്പോസ്തലനായിരുന്നു പൗലോസ്. 2 കൊരിന്ത്യർ 11:5 ലഭിച്ച വെളിപ്പാടുകൾക്ക് അനുസരണമായി വളരെയധികം അധ്വാനിച്ച തന്നിൽ നിഗളം അഥവാ അഹങ്കാരം ഉണ്ടാകാതിരിക്കാനാണ് ജഡത്തിൽ ശൂലം നൽകിയത് എന്ന പൗലോസ് പറയുന്നത്. സുവിശേഷ വേലയിൽ ഫലകരമായി പ്രവർത്തിക്കുന്നവരിൽ ഉണ്ടാകാവുന്ന അപകടകരമായ അവസ്ഥയാണ് അഹങ്കാരം അഥവാ ഗർവ്. നാശത്തിന് മുൻപേ ഗർവും, വീഴ്ചകൾക്ക് മുൻപേ ഉന്നതഭാവം. സദൃശ്യർ വാക്യം 16:18. വെളിപ്പാടുകളിൽ അഹങ്കരിച്ച് വീണുപോകാതിരിക്കാനായി കഷ്ടതകൾ ഉണ്ടാകുന്നു. സങ്കീർത്തനം 119:71 നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്ന് പറയുന്നുണ്ടല്ലോ. കഷ്ടത ഗുണമായി തീരുന്നു. അതുകൊണ്ട് കഷ്ടതയിൽ നിരാശരാകേണ്ട, പിന്നെയോ ബലഹീനതകളിൽ ദൈവകൃപ നമ്മെ ശക്തീകരിക്കുന്നു എന്ന നിശ്ചയത്തോടെ കഷ്ടതയിൽ സന്തോഷിക്കാം. കർത്താവേ, നിന്റെ കൃപ എന്നെ ശക്തീകരിക്കുന്നു എന്ന നിശ്ചയത്തോടെ എനിക്കുണ്ടാകുന്ന കഷ്ടതയിൽ സന്തോഷിപ്പാൻ എപ്പോഴും സഹായിക്കണമേ. ആമേൻ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തല്ലതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാതെ